ഹായ് ഫ്രണ്ട്സ്, അർജുൻ ആ ഒരു ചെറുപ്പക്കാരനെ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലൊരു വ്യക്തിയെ പോലെ അല്ലേ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ദിവസം അർജുനെ പറ്റിയിട്ടുള്ള വാർത്തകളായിരുന്നു നമ്മൾ അന്വേഷിച്ചിരുന്നത്. എന്തായി അർജുന് കിട്ടിയോ, എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ എന്നൊക്കെയായിരുന്നു നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർജുന് ലോറി നമ്മുടെ പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീടുള്ള വാർത്തകൾ വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇനി എന്തെങ്കിലും കിട്ടുമോ, അതായത് ലോറി കണ്ടെത്തിയെന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ ഇനി ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് അതിനടിയിൽ അർജുൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതുവഴി അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം അത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ എന്താ പറയുക, ലോറി കണ്ടെത്തി എന്ന് അറിഞ്ഞിട്ട് കൂടി അവിടുന്ന് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് പോലും അർജുൻ എന്താണ് പറ്റിയത്, ആ ലോറിക്കടിയിൽ അർജുൻ ഉണ്ടോ, അല്ലെങ്കിൽ ലോറിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ആ ലോറി പോലും പൊക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലേ. അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ എന്താ പറയുക ഒഴുക്ക് കാരണം, മഴയൊക്കെ കാരണം അത് കുറച്ച് ദിവസം നമ്മുടെ കർണാടക ഗവൺമെൻറ് അത് കുറച്ച് ദിവസം അർജുൻ്റെ തിരച്ചിൽ തന്നെ അവിടെ നിർത്തിവെച്ചു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ തിരച്ചിൽ നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ വയനാടുള്ള ദുരന്തം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മീഡിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ, മലയാളികൾ ഇതുവരെ നമ്മുടെ ആ ഒരു വയനാടിൻ്റെ ദുരന്തത്തിൽ അതിലായിപ്പോയി. കാരണം നമ്മുടെ അർജുന് മറന്നിട്ടല്ല, നമുക്കറിയാം ആ ഒരു എന്താ പറയുക എല്ലാവരും ആ ഒരു ദുരന്തത്തിൻ്റെ പിന്നാലെ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ മനാഫിക്ക ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അർജുൻ്റെ ലോറിയുടെ ഓണറായ മനാഫിക്ക ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കർണാടക സർക്കാർ നമ്മുടെ അർജുനെ പൂർണ്ണമായിട്ട് കൈവിട്ടു. ഇനി അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് അവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനാഫിക്കാൻ്റെ ഒരു വോയിസാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്. ആ ഒരു വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കർണാടക ഗവൺമെൻറ് നമ്മുടെ അർജുനെ പൂർണ്ണമായിട്ട് കൈവിട്ടിട്ടുണ്ട്. നമ്മുടെ മനാഫിക്ക് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. കാരണം എന്താ പറയുന്നത്? കാരണം നല്ല കാലാവസ്ഥയാണ് ഇവിടെ, പക്ഷെ ഒരു പറയുന്നത് കാലാവസ്ഥ മോശമാണ്. അല്ല, കോടതിയിൽ ഉത്തരവില്ലേ? ഒക്കെ ഉണ്ട്. ഉത്തരവ് കാണിച്ചില്ലായിരുന്നോ? കാണിച്ച് ഒരു ഉത്തരവ് ഓരോ കയ്യിലുണ്ട്. നല്ല കാലാവസ്ഥ അവിടെ ഉണ്ടല്ലോ. അവിടെ കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പം? അടിപൊളി, നല്ല വെയിലാ. ആ വെയിലത്തോട് ഇപ്പൊ അവിടെ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയണോ? ഇറങ്ങാൻ പറ്റില്ല. വെള്ളത്തിന് വെള്ളം കുറവാണ്, ഒഴുക്കും കുറവാണ്. അപ്പം ഒഴുക്ക് കുറവാണെന്ന് ഒഴുക്കും അറിയാം. പക്ഷെ അവര് പറയണത് ഒഴുക്ക് കുറവാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാ ഒഴുക്ക് കുറവാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാനല്ലോ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട്. അതോ ഒഴുക്ക് കുറവ് സർട്ടിഫിക്കറ്റ് തരേണ്ട ആളെന്നാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാന്നാ പറയുന്നത്. ഇവിടുന്ന് ഇപ്പൊ ഒന്നും മനഃപൂർവ്വ ഇവിടുന്ന് ഒന്നും നടക്കൂല. നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ എന്തെങ്കിലും കാര്യം നടക്കുള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ റോഡൊക്കെ ക്ലിയർ ചെയ്തു അവര്. വണ്ടി വിട്ട് ഇലക്ട്രിക് ലൈൻ ഒക്കെ വലിച്ച് പോസ്റ്റ് ഒക്കെ ഇട്ട് സൈഡൊക്കെ കെട്ടൂലേ, മറ്റേ ഇരുമ്പിന്റെ ബോർഡർ, അതൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പൊ അതായത് ഇനി നമ്മൾ എന്നിട്ട് ചെല്ലണ്ട, അതാണ് ഒരു ഉദ്ദേശം. അതെ, നമ്മൾ അവിടെ ഇവിടെ ഒന്നും എന്തായാലും എന്തെങ്കിലും മുൻകൂട്ടി ഇനി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഈ പണിയൊന്നും എടുത്തു വെക്കൂലോ. മനാഫിക്കയുടെ ഒരു വോയിസ് കേട്ട് നമുക്ക് മനസ്സിലാവും കർണാടക ഗവൺമെൻറ് നമ്മുടെ അർജുനെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു എന്ന് തന്നെയാണ് ആ ഒരു വോയിസിൽ ഉറപ്പിച്ച് പറയുന്നത് അല്ലേ. കാരണം ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കർണാടക നിൽക്കുന്നത്. ആ ഒരു ശിരൂർ പ്രദേശം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനാഫിക്ക പറയുന്നത് കേട്ടില്ലേ. കാരണം അവിടെ ഇപ്പോൾ മഴയില്ല, വെയിലാണ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയൊഴുക്കൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അർജുനെ തപ്പിയെടുക്കാൻ അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരു അത്രയും നല്ലൊരു അവസരമാണ് ഇപ്പോൾ ആ ഒരു ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൂടി അവർ അർജുനെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാനോ അവരൊട്ടും താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, എങ്കിലും ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോ ഒഴിവുകഴിവുകൾ പറയാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അർജുന് എന്താണ് പറ്റിയത്, അർജുന് ജീവനോടെ കിട്ടോ ഇല്ലേ എന്നല്ല, അർജുൻ എന്താണ് പറ്റിയതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷേ ആ ഒരു സംഭവം നടന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ അല്ലേ. ഇതിനിടയിൽ പല ആളുകളും പറയുന്നതൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർണാടകയിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കുക.
ഒരിക്കലും ചെയ്യില്ല അല്ല. നമ്മുടെ കേരളക്കാരൊരു മെൻറ്റാലിറ്റി അതാണ്. നമ്മൾ ആരാണ് എന്താണെന്നൊന്നുമില്ല നമ്മൾ നോക്കുക. ആദ്യം അയാളെ രക്ഷിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അത് ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുകയുള്ളൂ. അപ്പം അതാണ് നമ്മളും മറ്റു രാജ്യങ്ങളും അല്ല മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ അർജുൻ അവർ കൈവിട്ടെങ്കിലും നമുക്ക് കൈവിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ മനാഫൊക്കെ പറയുന്നത്. ഇത്രയും നാളായിട്ട് ആ ഒരു വ്യക്തി അവിടെ തന്നെയാണ് കേട്ടോ. എന്താണല്ലേ അയാളുടെ ഒരു ആരുമല്ല, പക്ഷെ തൻ്റെ ഒരു ജോലിക്കാരൻ എന്ന് ഉപരി തൻ്റെ ഒരു സഹോദരനായിട്ടാണ് അർജുനെ ആ മനാഫൊക്കെ കാണുന്നത്. ഇപ്പോഴും ആ ഒരു വ്യക്തി അവിടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും അവനെ പറ്റിയിട്ട് അവൻ എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞിട്ടാണ് താൻ പിന്മാറൂ എന്നുള്ള ആ ഒരു തോടാണ് കേട്ടോ മനാഫൊക്കെ ഇപ്പോഴും ആ ഒരു നാട്ടിൽ കാത്തു നിൽക്കുന്നത്. എന്താണ് നമ്മുടെ അർജുന് പറ്റിയത് എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ. പിന്നെ അതുപോലെ തന്നെ മനാഫൊക്കെ പറയുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ മീഡിയയുടെ അറ്റൻഷനൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം അത് ഉണ്ടായ ഫസ്റ്റുള്ള അർജുൻ്റെ ആ ഒരു ഇതിൽ എല്ലാ മീഡിയയിലും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അർജുൻ എന്നുള്ള ഒരു പേരായിരുന്നു എല്ലായിടത്തും മുഴങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കറിയാം വയനാട് ആ ഒരു ദുരന്തമാണ് ഇപ്പം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ ഒരു വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ ഒരു കേസിൽ നിന്ന് കുറഞ്ഞതോട് കൂടിയിട്ടും അവിടെയുള്ള അന്വേഷണങ്ങളൊന്ന് തണുത്തുപോയി എന്നും കൂടി നമ്മുടെ മനാഫൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ അർജുന് വേണ്ടിയിട്ട് എല്ലാ മീഡിയക്കാരും അല്ലെങ്കിൽ എല്ലാ ചാനലുകാരും ഒന്നും കൂടി ശബ്ദം ഉയർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മുടെ അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും.